കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡോക്ടർ ജോസ് ഈ ഹോസ്പിറ്റൽ ഒരു മറയാക്കി അവയവ കച്ചവടം നടത്തുന്ന ഒരാളാണെന്ന് വൈകിയ ഞാൻ അറിഞ്ഞത്. ഇനി ഒരു നിമിഷം പോലും അയാളെ ഹോസ്പിറ്റലിൽ തുടരാൻ ഞാൻ അനുവദിക്കില്ല. അയാൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ നടപ്പിലാക്കും. ആ ഹേമന്തിന് വേണ്ട രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഡോക്ടർ, ഞങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിക്കാമോ? ഷുവർ. അജയ് സാർ പറഞ്ഞത് സത്യം. അനന്യക്കുള്ള മെഡിസിൻസ് ഞാൻ കുറിച്ചു തരാം. വിത്തിൻ 2 days ഷീ വിൽ ബി ഓൾ റൈറ്റ്. ഡോക്ടർ, ഇപ്പൊ തന്നെ അനന്യെ ഡിസ്ചാർജ് ചെയ്തേക്ക്. ഓക്കെ സാർ. മേഘ്ന, അമ്മയും ചേച്ചിയും എന്റെ കാര്യത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൊണ്ടും ഭയക്കണ്ട കേട്ടോ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഡോക്ടർ, പ്ലീസ് കം. മോളെ, എല്ലാം ശരിയാവും. കരയണ്ട കേട്ടോ, ഒന്നുമില്ല. അപ്പോ നേരത്തെ വന്ന ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യായിരുന്നല്ലേ? Excuse me, sir. Yes, please come. Take your seat. എന്താ മേഘ്ന, പറഞ്ഞോളൂ. ഹേയ്, വാട്ട് ഹാപ്പൻ? സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല സർ. എന്റെ ചേച്ചിയുടെ ജീവൻ രക്ഷിച്ചതിന് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഹേയ്, കം ഓൺ. വാട്ട്സ് ദിസ് മേഘ്ന? അതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യമല്ലേ? അല്ല, ചേച്ചി അമ്മയും വീട്ടിലേക്ക് പോയില്ലേ? പോകാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്താണല്ലോ. പോയി സർ. എന്നിട്ട് താനെന്താ കൂടെ പോവാത്തെ? ഞാൻ പറഞ്ഞല്ലോ സർ, സാറിനെ നേരിൽ കണ്ട് ഒരിക്കൽ കൂടി. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇനി നന്ദി പറഞ്ഞാലേ തനിക്ക് തൃപ്തി ആവുള്ളൂ എങ്കിൽ യു നോ വൺ തിങ്, താനിത് പറയേണ്ടത് എന്നോടല്ല, മറ്റൊരാളോടാ. ഈ ഹോസ്പിറ്റലിൽ തന്നെയുള്ള തന്റെ ഒരു ശത്രുവിനോട്. സോറി സർ, എനിക്ക് മനസ്സിലായില്ല. ഈ ഹോസ്പിറ്റലിലുള്ള എന്റെ ശത്രു അതാരാ? അതാരാണെന്ന് താനൊന്ന് ഊഹിച്ചു നോക്ക്. രണ്ടുപേരും തമ്മിൽ കണ്ട കീരിയും പാമ്പും ആണെങ്കിലും ശത്രുവിന്റെ കുടുംബത്തിനൊരു അപകടം വന്നപ്പോ ആ കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ തന്റെ സേവ് ചെയ്യാൻ. ഐശ്വര്യ, തന്റെ സിസ്റ്ററിന്റെ കേസിൽ ഇങ്ങനെ ചില കോൺസ്പിറൻസി ഇവിടെ നടക്കുന്നുണ്ടെന്ന് ആ കുട്ടിയെ എന്നെ ഇൻഫോം ചെയ്ത്, വിത്ത് സോളിഡ് എവിഡൻസ്. സർ ഈ പറയുന്നതൊക്കെ സത്യമാണോ? യെസ്. പക്ഷേ എത്ര പറഞ്ഞിട്ടും താൻ ആ കുട്ടിയെ വിശ്വാസത്തിലെടുക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് അവൾക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് അവൾ ഈ കാര്യം എന്നോട് പറയാൻ തയ്യാറായത്. തക്ക സമയത്ത് തന്നെ അങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് തന്റെ സിസ്റ്റർ ഇപ്പോഴും സേഫ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ എന്നേക്കാൾ കൂടുതൽ തന്നിൽ നിന്ന് നന്ദിയും കടപ്പാടും ഒക്കെ ഡിസേവ് ചെയ്യുന്നത് ഐശ്വര്യ എന്ന തന്റെ ശത്രുവാണ്. എന്താടോ ഇപ്പൊ ആ കുട്ടിയെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ചാല് തനിക്ക് ചെറിയൊരു കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? പ്രൊഫഷണൽ ജലസിയും കോമ്പറ്റീഷനും ഒക്കെ ഏത് ഫീൽഡിലും കോമണാ. ഇറ്റ്സ് നാച്ചുറൽ. തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം വേണം. പക്ഷേ പകയോ പ്രതികാരം ഒന്നും വേണ്ട. തന്റെ സിസ്റ്ററിന്റെ കേസിൽ ആത്മാർത്ഥമായിട്ട് ആരോടെങ്കിലും താൻ നന്ദി പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ then go and meet ഐശ്വര്യ. എന്റെ ഒരു അഡ്വൈസ് ആണ്. തനിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഐശ്വര്യ, ഐ എം സോറി ഐശ്വര്യ, ഐ എം എക്സ്ട്രീംലി സോറി. തന്നോട് വഴക്കിട്ടതിന്, തന്നെ തല്ലിയതിന്, തന്നെ അവിശ്വസിച്ചതിന് എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐശ്വര്യയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെ ഒരു ദയവ് കാണിക്കില്ലായിരുന്നു. ഞാൻ എങ്ങനെ ഐശ്വര്യ ഇതിനൊക്കെ തന്നോട് നന്ദി പറയാ? താനുള്ളതുകൊണ്ട് മാത്രം ഇന്നെന്റെ ചേച്ചി ജീവിച്ചിരിക്കുന്നത്. എനിക്ക് അറിയില്ല ഐശ്വര്യ, എങ്ങനെയാ ഞാൻ തന്നോട് ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്ന്. ശരിയാണ്, തന്നോട് തീരാത്ത പകയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇങ്ങനൊരു സംഭവം തന്റെ ചേച്ചിയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവിടെ തീർന്നു എനിക്ക് തന്നോടുള്ള പകയും പ്രതികാരവും ഒക്കെ. അജയ് സാറിനോട് ഒരു സംശയത്തോടെയാ ഞാൻ ഡോക്ടർ ജോസിന്റെ ചതിയെപ്പറ്റി അന്നേരം പറഞ്ഞത്. പക്ഷേ അറിഞ്ഞ ആ നിമിഷം തന്നെ അജയ് സാർ അതിനെതിരെ റെസ്പോണ്ട് ചെയ്തു. സത്യം പറഞ്ഞ അജയ് സാറ് തന്റെ സിസ്റ്ററെ രക്ഷിച്ചത്. ഞാനതിനൊരു നിമിത്തായെന്നേ ഉള്ളൂ. ആയിരിക്കാം,
പക്ഷെ അത് ചെയ്യാനുള്ള മനസ്സ് ഒരു ശത്രുവിനോട് ആരും ഈ ദയ കാണിക്കില്ല ഐശ്വര്യ. പരസ്പരമുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ശത്രുക്കളായി പോയവരാ നമ്മള്. അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായത്. തീർത്തും മോശപ്പെട്ടൊരു ചുറ്റുപാടാ ഞങ്ങളുടേത്. അച്ഛൻ ചെറുപ്പത്തില് മരിച്ചുപോയി. പിന്നെ അമ്മ 4-5 വീട്ടുജോലിക്ക് പോയിട്ടാ എന്നെയും ചേച്ചിയെ വളർത്തിയതും പഠിപ്പിച്ചതും. ചേച്ചി ജോലി അന്വേഷിച്ച് ഗൾഫിലേക്ക് പോയപ്പോ കുടുംബം ഒരുവിധം രക്ഷപ്പെട്ടെന്ന് കരുതിയത്. ആദ്യമൊക്കെ അവിടെ ഏതൊരു ഓഫീസിലെ ജോലിയാണെന്നാ ഞങ്ങള് വിചാരിച്ചിരുന്നത്. പിന്നീടാണ് പണം ഉണ്ടാക്കാനായി ചേച്ചി ഇങ്ങനൊരു സ്മഗ്ലിംഗ് റാക്കറ്റുമായി അസോസിയേറ്റ് ചെയ്തിരുന്നെന്ന് ചേച്ചി മരിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. എന്റെ ഡാഡിയല്ല ഐശ്വര്യയുടെ ചേച്ചിയെ കൊന്നത്. ഡാഡി എങ്ങനെയോ അതിൽ പെട്ടുപോയതാ. അതൊക്കെ അജയ് സാറ് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്. ആകെ ഒരു പിടിവളിയായ ചേച്ചിയും കൂടി നഷ്ടപ്പെട്ടപ്പോ അതിന് കാരണക്കാരനാണെന്ന് വിശ്വസിച്ച ഒരാളുടെ മകളെ കണ്ടപ്പോ സ്വാഭാവികമായും എനിക്ക് തന്നോട് ദേഷ്യവും പകയൊക്കെ തോന്നി. അതുകൊണ്ടാ ഞാനും തന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയത്. സത്യത്തില് ഞാനാ മേഘനയെ പ്രൊവോക്ക് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആദ്യം ക്ഷമ ചോദിക്കേണ്ടത് ഞാനാ. ഐ എം റിയലി സോറി മേഘന. അരുത്, താൻ എന്നോട് സോറി പറയണ്ട. നമ്മൾ ഇനി ബെസ്റ്റ് ഫ്രണ്ട്സാ, ഓക്കെ? എന്താ താനി കാണിക്കുന്നേ? നിലവിളക്കിന് മുന്നിൽ എന്തിനാ ഈ തീച്ചട്ടി? അതവിടെ ഇരുന്നോട്ടെ. നിലവിളക്കിലും തിരിയുണ്ട്, ചട്ടിയിലും തിരിയുണ്ട്. രണ്ടും അഗ്നിയല്ലേ? പിന്നെന്തിനാ മാഷ് എന്നെ ചോദ്യം ചെയ്യുന്നത്? എന്താ മാഷെ ഇതുവരെ കാണാത്തൊരാവേശം? ആവേശം തോന്നാതിരിക്കുന്നത് എങ്ങനെയാ സരസ്വതി? ഇന്ന് നിലവറയെന്ന് കിട്ടിയ ഒരു അമൂല്യ ഗ്രന്ഥമായത്. ഇതിലെന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയോ? മാഷു പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ? എന്നാ കേട്ടോ. ഗൗരി മുത്തശ്ശിയുടെ കാലത്തെ ഈ തറവാട്ടിലുണ്ടായിരുന്ന ഒരു അമൂല്യ നിധിശേഖരത്തിന്റെ കാര്യമാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ തറവാട്ടിൽ ഒരു നിധിശേഖരം ഉണ്ടായിരുന്നു എന്നല്ല, അതിവിടെ തന്നെയുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. അതെയോ? എങ്കി പിന്നെ അത് എവിടെയാണെന്ന് ഇപ്പൊ തന്നെ നോക്കു മാഷെ. എവിടെയാ നിധി ഇരിക്കുന്നെന്ന്? അത് തന്നെയാ ഞാനും നോക്കുന്നത്. ഇതെന്താ പെട്ടെന്നൊരു ഇടിമിന്നൽ? രാത്രിയിൽ മഴയുണ്ടാവും. മാഷ് അതൊന്നും കാര്യാക്കണ്ട. എവിടെ ആ നിധിയെ കുറിച്ചുള്ള ഭാഗം വായിക്കേ. അയ്യോ, ഓല ചിതറിപ്പോയല്ലോ. ഇനി ഇപ്പൊ തപ്പിയെടുത്ത് വായിക്കാൻ പ്രയാസമാ. ഒരു പ്രയാസവും ഇല്ലെന്നേ, എടുത്ത് വായിക്കേ. എന്താ ഇപ്പോ ഇത്ര ധൃതി? നാളെ ആവട്ടെ. പകലിവിടെ ഇരുന്ന് സ്വസ്ഥായി വായിക്കാമല്ലോ. ആദ്യം ഇതൊന്ന് അടുക്കിപ്പെറുക്കി എടുക്കട്ടെ.